Assalamualaikum warahmatullahi ta'ala wabarakatuh. Alhamdulillahi kafa wa salamun ala ibadihi alladhina istafa, amma ba'd. Fa'udhu billahi minash shaitanir rajim. Bismillah. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ബലിപെരുന്നാളിന് ശേഷമുള്ളതായ ജുമുഅയാണ്. ബലിപെരുന്നാളിൻ്റെതായ ആഘോഷങ്ങൾ കഴിയുകയും ഹാജിമാരും ഹജ്ജുമ്മമാരും പരിശുദ്ധമായ കഅബയിൽ അതിഥികളായി എത്തുകയും കഅബയിൽ പോയി ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ആ പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നതുമായ സന്ദർഭമാണ്. ഹജ്ജിന്റെ മുഴുവൻ അമലുകളും തന്നെ അവസാനം കുറിക്കുകയും അവസാനമായി ഹജ്ജിന്റെ അമലുകളിൽ ചെയ്യുന്നത് ഹജ്ജിന്റെ അമലിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവസാനമായിട്ട് ചെയ്യുന്നത് ഹജ്ജൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ ഹാജിമാരുണ്ടാവും, അറഫയിൽ പോയി വെളിയെടുത്തു കൊടുത്തു ശേഷം അവസാനം ഒരു പണി ചെയ്യും. അമൽ എന്താ ചെയ്യാ പറയും? അറിയില്ല, അറിയാത്തവർ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്. ഇബ്ലീസിന്റെ ഉന്നം വെച്ചുകൊണ്ട് ശൈത്താനിന്റെ പൈശാചികതയ്ക്ക് നേരെ കല്ലെറിയുക എന്നുള്ളത് ഹാജിമാരും ഹജ്ജുമ്മമാരും ചെയ്യുന്നതായ പ്രവർത്തനമാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒരു വലിയ പ്രവിശാലമായ ഒരു സൂചനയാണ് നൽകുന്നത്. പ്രവിശാലമായതായ ഉമ്മത്തിനോടുള്ള വലിയൊരു പ്രഖ്യാപനം ഹാജിമാര് ചെയ്യുകയാണ്. ഏത് പ്രവർത്തനം ചെയ്താലും, ഏത് പ്രവൃത്തി ചെയ്താലും നമ്മെ തടസ്സപ്പെടുത്തുവാൻ, അത് നന്മയാകട്ടെ, സഹായിക്കലാകട്ടെ, നമസ്കാരമാകട്ടെ, സകാത്താകട്ടെ, ജീവിതത്തിന്റെ ഏത് നന്മകളായാലും അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഇബ്ലീസ് എന്നുള്ളതായ അതിബുദ്ധിമാനായ, അവൻ ബുദ്ധിയുള്ളവനാണ്, ബുദ്ധിമാനായ പിശാച് ശൈത്താൻ ഉണ്ടാകും. ആ ശൈത്താനെതിരെയാണ് കല്ലെറിഞ്ഞിട്ടാണ് ഹാജിമാരത്തിൻ്റെതായ അമലിന് പൂർത്തീകരണം നടത്തുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, അല്ലാഹുവിനോട് പറയാൻ, രക്ഷിതാവേ, അവനറിയാം അല്ലാഹു എല്ലാ രക്ഷിതാവും അല്ലാഹ് മാത്രമാണ്. പടച്ചവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും അതിനെ പൂർത്തിയാക്കുകയും ചെയ്യുന്നവന് അല്ലാഹു തആല മാത്രമാണെന്ന് ഇബ്ലീസിന് വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്, വളരെ ബോധമാണ് ഈ ശൈത്താൻ എന്നുള്ളത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് പറയാണ്, ഖാല ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അല്ലാഹുവേ, എന്നിട്ടും ഇബ്ലീസ് പറയാണ്, നിന്റെ അധികാരത്തെ തന്നെയാണ് ഞാൻ പറയാൻ, നിന്റെ പ്രതാപത്തെ തൊട്ട് ഞാൻ പറയുകയാണ്, നീ ഒരു അവസരം എനിക്ക് നൽകുകയാണെങ്കിൽ, നീ എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ നിന്റെ അടിമകളെ, നിന്റെ അടിയാറുകളെ, നിന്റെ ഉലൂഹിയ്യത്തിന്റെ വിശ്വാസത്തിൽ നിന്നും ഞാൻ പടിയിറക്കുകയും അവരെ ഞാൻ മോശമായ വഴിയിൽ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് അല്ലാഹുവിനോട് അവന്റെ ഇസ്സത്തിനെ തൊട്ട് സത്യം ചെയ്യുകയാണ്. ഖാല ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹ് പറയാണ്, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. പക്ഷേ ഇബ്ലീസിനെ തന്നെ അറിയാം, ഞാൻ ആരെയെല്ലാം പുറത്താക്കിയാലും നിന്റെ യഥാർത്ഥ അടിമകളുണ്ടല്ലോ, നിന്റെ യഥാർത്ഥ വിശ്വാസികളുണ്ടല്ലോ, നിന്റെ യഥാർത്ഥ അല്ലാഹുവിനെ നിന്നെ വിശ്വസിക്കുന്ന അടിമകളെ ഒരിക്കലും പാഠം പഠിപ്പിക്കുവാനോ, ഒരിക്കലും താഴെ ഇറക്കുവാനോ, ഒരിക്കലും പരാജയപ്പെടുത്തുവാനോ
തന്നെയാണ്. നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കണം, ബാങ്ക് വിളിച്ചാൽ നമസ്കാരത്തിന് ആളില്ല, ഇവിടെ നമസ്കരിക്കാൻ ആള് കുറവാണ്. കാരണം എന്താണ്? നമുക്ക് പല തിരക്കുകളാണ്. ജോലി കൂടുമ്പോ അല്ലാഹുവിനെ മറക്കുന്നു. നമ്മുടെ ജോലികൾ കൂടുമ്പോ അല്ലാഹ് വേണ്ട, നമസ്കാരം വേണ്ട, പള്ളി വേണ്ട, എന്നുള്ളതായ സുന്ദരമായ നാമം ഈ ദിനാലങ്ങളിൽ നിന്ന് അടിക്കുമ്പോ 40ഓളം വീടുകൾ പള്ളിയുടെ അയൽവാസികളാണ്. നമസ്കരിക്കാൻ ആള് കുറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന ഒരു അവസരത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനിങ്ങളെ നമ്മൾ പരസ്പരം പറയുമ്പോൾ എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം ക്ഷമിക്കണം. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ അയൽവാസികളാണ്, പള്ളിയുടെ അയൽവാസികളാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ ഒരു വക്കത്തെങ്കിലും നല്ലതുപോലെ പള്ളിയിൽ വന്ന് ഇമാമും ജമാഅത്തോടെ നിസ്കരിക്കുവാനുള്ളതായ ഈമാനികമായ ശക്തി നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് പറഞ്ഞ വാക്കാണ്. അപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? ഖാല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ സത്യമേ സത്യമേ സത്യമേ. അതേ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, നീ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണേ. അല്ലാഹ് പറയുകയാണ് അംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. നിങ്ങളെ സഹോദരങ്ങളെ, നിന്നെയും നിന്നെ പിന്തുടർന്നവരെയും പള്ളിയിൽ വരാൻ വേണ്ടി ഞാൻ ബൈക്ക് എടുക്കുമ്പോ, പള്ളിയിൽ വരാൻ വേണ്ടി ഞാൻ നടക്കാൻ തുടങ്ങുമ്പോ ഇബ്ലീസ് പറയും നീ പള്ളിയിൽ പോണ്ടടാ, നീ വീട്ടിൽ തന്നെ നമസ്കരിക്കേ. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞ് ഞാൻ അവസാനം പള്ളിയിൽ നമസ്കരിക്കുമല്ലോ, വീട്ടിൽ നമസ്കരിക്കുമല്ലോ. ഇനി അവൻ പറയാൻ നിനക്ക് നമസ്കാരമൊന്നും വേണ്ട, നിനക്ക് സമ്പത്തുണ്ട്, നിനക്ക് ജോലിയുണ്ട്, നിനക്ക് മക്കളുണ്ട്, നിന്റെ മക്കളാണെങ്കിലോ പഠിക്കുന്നവരാണ്, നിന്റെ മക്കളാണെങ്കിലോ നിനക്ക് സമ്പാദിച്ചു തരാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് നിനക്ക് നമസ്കാരം വേണ്ടേ വേണ്ട. ശ്രദ്ധിക്കണേ, അല്ലാഹ് പറയുകയാണല്ലോ അംലഅന്ന ജഹന്നമ, ഞാൻ നരകത്തെ നിറയ്ക്കുകയാണ്. നിന്നെയും നിന്നെ പിന്തുടർന്നവരെയും ഞാൻ നരകത്തിലിട്ട് നിറയ്ക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. നരകത്തിൽ ഞങ്ങളെ നീ പ്രവേശിക്കല്ലേ തമ്പുരാനേ. അല്ലാഹുവിൻ്റെതായ വാക്കാണ് ഇത്. പടച്ചവനെ വിശുദ്ധമായ ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഞാനും ഇതാദ്യമായി എന്റെ നഫ്സിനോടാണ് ഞാൻ പറയുന്നത്, പിന്നെ എന്റെ പ്രിയപ്പെട്ടവരോടായി പറയുന്നത്, നിങ്ങൾ അധികമായി പള്ളിയെ സ്നേഹിക്കും, പള്ളിയിൽ വന്ന് നമസ്കരിക്കും, ജമാഅത്ത് നമസ്കാരം മുടക്കാതിരിക്കും. പ്രത്യേകിച്ച് പള്ളിയുടെ അയൽവാസികളായവർ, പള്ളിയുടെ അയൽവക്കത്ത് കഴിയുന്നവർ പള്ളിയിൽ വന്ന് പരമാവധി നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അല്ലാഹുവിന്റെ സ്മരണകൾ കൊണ്ട് ഹൃദയത്തെ സന്തോഷമാക്കി. നമ്മളിൽ വിചാരിക്കാത്തവർ പെടുന്നതിന് മരണപ്പെട്ടു പോകുന്നു, നമ്മളിൽ വിചാരിക്കാത്തവർ പെട്ടെന്ന് അസുഖബാധിതരാകുന്നു, നമ്മളിൽ വിചാരിക്കാത്തവർ പല അവസ്ഥകളിലോട്ട് നാടുപോവാൻ. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കിന്, അല്ലാഹുവിനെ പ്രത്യേകം സ്മരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹാജിമാര് വരുന്നതായ സുന്ദരമായ അവസരങ്ങൾ അവരെ സ്വീകരിക്കണേ, അവരെ മുസാഫഹത്ത് ചെയ്യും. ഹാജിമാര് നമ്മുടെ നാട്ടിൽ നിന്നും 14-15 ഹാജിമാരും ഹജ്ജുമാരും കഅബയിലോട്ട് പോയിട്ടുണ്ട്. അവര് മടങ്ങി വരുമ്പോ ഒരാളുടെ അടുത്തെങ്കിലും പോയി മുസാഫഹത്ത് ചെയ്ത് ദുആ ചെയ്യാൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ട് പ്രധാന കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്കൂൾ കുട്ടികളുള്ളത് കൊണ്ട് അവരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്തതായ നാസർ സാഹിബ്, നമുക്കറിയാം പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുകയും കുടുംബ പശ്ചാത്തലം വളരെ മോശമായ ഒരു സ്ഥിതിയും
വ്യക്തിയുമാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മുടെ എല്ലാവരും കടമയാണ്. കഴിഞ്ഞ പെരുന്നാളിന് പറയുകയുണ്ടായി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ കൊടുക്കും, സ്വാഭാവികമാണ്. പിന്നെ ഒരു കളക്ഷനൊക്കെ നമ്മളെല്ലാം തയ്യാറാവൂല. നമ്മൾ അവരവരുടെ ഇഷ്ടമാണെങ്കിലും നമ്മളെ സഹായിക്കൽ ഏറ്റവും ഒരു കടമപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ പള്ളിയും പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതായ ഒരു പാവപ്പെട്ട ചെറുപ്പ സഹോദരനാണ്, പാവപ്പെട്ടവനാണ്. അപ്പൊ അദ്ദേഹത്തിന് സഹായിക്കൽ നമ്മുടെ കടമയായി നമ്മൾ മനസ്സിലാക്കി. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ ജുമുഅ സമയം ചോദിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഈ പള്ളിയുടെ ഉള്ളിൽ നിന്നും 10,000 നമുക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്, അത് വിശ്വാസമുണ്ട്, അത് മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുമുണ്ട്. ജുമുഅ സമയത്തിന്റെ ഹക്ക്, അതിന്റെ ഒരു ബർക്കത്ത് കളയാതിരിക്കാൻ വേണ്ടി കളയണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചോദിക്കാത്തത്. സഹോദരങ്ങളെ, നിങ്ങൾ അറിഞ്ഞ് നൽകണം. അത് ഇൻഷാ അല്ലാഹ് പുറത്ത് ബഹുമാന്യനായ മുസ്തഫ സാഹിബ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ തുക നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അല്ലാഹുവേ ഇതുപോലെയുള്ള അവസ്ഥകൾ എനിക്കോ എന്റെ മക്കൾക്കോ തരല്ലേ അല്ലാഹ് എന്നുള്ളതായ നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ നൽകണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. നാസർ സാഹിബിന്റെ അസുഖം അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എന്താണ് അറ്റാക്കുകളെ തൊട്ടൊക്കെ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ മഹല്ലിന്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ അലി മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന് അസുഖമായിട്ട് ICU-ലാണ്. അദ്ദേഹത്തിനും നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്യണം. നമ്മുടെ മഹല്ലിന്റെ അമരക്കാരനാണ്, നമ്മുടെ മഹല്ലിനെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ കടമയാണ്. നമ്മളെല്ലാവരും ഇതുപോലെയുള്ള മജ്‌ലിസുകളിലും നമ്മൾ വ്യക്തിപരമായി ദുആ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. അല്ലാഹു തആല ശിഫ സമ്മാനിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ സ്കൂളുകളിലെ സമയമാണ്. ഈ 1 മണി വരെ നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഖുതുബ തുടങ്ങിയതിനു ശേഷം വരുന്നത് ഒരു എന്താ പറയാ, ഒരു മാന്യതയല്ല. നമ്മൾ ഖുതുബ തുടങ്ങിയാൽ ഇവിടെ ഹാജരാണ്. ഖുതുബ ഇവിടെ ആരാണോ ഖുതുബ ഓതുന്നത്, അപ്പോ ആ ഖുതുബ നിർവഹിക്കുമ്പോൾ ഇവിടെ ഹാജരുള്ളവർക്ക് ജുമുഅയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആരും പിന്നെ എന്ത് ചെയ്യാ, പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, നമ്മുടെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കൽ, നമ്മളെ പഠിക്കുന്നതായ യുവതലമുറയെ ആരും തന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. സ്കൂളുകളിൽ നേരത്തെ കയറേണ്ടതുണ്ട്. ബാങ്ക് 12:30 കഴിയുമ്പോൾ വേഗം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ 1 മണി വരെ നീട്ടിക്കൊണ്ട് പോകാതെ വളരെ വേഗത്തിൽ ഇൻഷാ അല്ലാഹ് നടത്തി ഖുതുബ നമുക്ക് ഖുതുബ നേരം 12:50 തുടങ്ങിയാൽ നിങ്ങൾക്ക് താമസിച്ച് വന്നാൽ നിങ്ങൾക്കാണ് അതിന് നഷ്ടം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷകരമായ രീതിയിൽ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് ഖുതുബ തുടങ്ങാമെന്നും വളരെ വിനീതമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഉൽഹിയത്തിന്റെ കർമ്മം അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായ രീതിയിൽ അതിന്റെ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകുകയും മഹല്ലി നിവാസികളുടെ കൂട്ടായ്മയൊക്കെ ചേർന്നപ്പോ എല്ലാ രീതിയിലും ഐക്യമായപ്പോ ആ ഉൽഹിയത്തിൻ്റെതായ ശക്തിമത്തായ സുന്നത്തായ കർമ്മം വളരെ മാതൃകാപരമായ രീതിയിൽ നമുക്കിവിടെ നടത്തുവാൻ സാധിച്ചു. എല്ലാവർക്കും എത്തത്തക്ക രീതിയിൽ എല്ലാ മഹല്ലി നിവാസികളും സന്തോഷകരമാകുന്ന അവസ്ഥയിൽ നമുക്ക് ഉൽഹിയത്തിന്റെ കർമ്മം അത് ഏൽക്കുകയും അതിന്റെ പരിപാലകർ അതിനെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു. അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. അതിനെ സഹായിച്ചവർ ഒരു രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ അതിനെ സഹായിച്ച മഹല്ല് നിവാസികളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും വരും നാളുകളിൽ ഇതുപോലെ ദീനിന്റെ ശിആറുകളെ ഈ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കുന്ന മഹല്ലാക്കി അല്ലാഹു നമ്മുടെ മഹല്ലിനെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم معاشر المسلمين رحمكم الله. قال النبي صلى الله عليه وسلم إذا سعيد الخطيب على المنبر فلا يتكلمن أحد ومن تكلم فقد لغوت. أقول قولي هذا أستغفر الله العظيم ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروا